ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച? അത്യാവശ്യം വോളറ്റിലിറ്റിയും മാർക്കറ്റ് കറക്ഷനും നല്ല രീതിയിലുള്ള ന്യൂസും ഇവന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? നല്ല രീതിയിൽ നമ്മളെ സ്റ്റോപ്പ് ലോസുകൾ അല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിൽ ഉണ്ടായിരുന്ന പൊസിഷൻസ് ഒക്കെ ആ പ്രോഫിറ്റ് മാറി ലോസിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് മേജർലി ഒരുപാട് റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് അത്യാവശ്യം ഒരു ബബിളിലാണ്, അതായത് ഓവർ വാല്യൂഡ് സിറ്റുവേഷനിലാണെന്നുള്ളത് സെബിയുടെ ചെയർപേഴ്സൺ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു റീസൺ ആയിരുന്നു. അതല്ലാതെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ അവരുടെ അലോക്കേഷൻസ്, ഈ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വരുന്ന അലോക്കേഷൻസിനെ പറ്റിയിട്ടൊരു ന്യൂസ്, അതിനെ സംബന്ധിച്ചൊരു ന്യൂസ് വന്നിരുന്നു. അപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ചില കമ്പനീസിൽ നിന്നൊക്കെ അവരുടെ ഫണ്ട് വിഡ്രോ ചെയ്യുന്നു, അതൊരു റീസൺ ആയിരുന്നു. അതേപോലെ തന്നെ മഹാദേവ് ബെറ്റിംഗ് സ്കാം, അങ്ങനെ ഈ ഒരു സ്കാമിൻ്റെ ഒരു റൂമർ, ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ അലിഗേഷനും കൂടെ വന്നതുകൊണ്ടാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഒരു കറക്ഷൻ വന്നത്. സ്റ്റിൽ ഇതൊരു കറക്ഷൻ തന്നെയായിട്ടാണ് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നത്. മാർക്കറ്റിലെ വലിയ ആളുകൾ പറയുന്ന പോലെ, അതായത് ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഒക്കെ പറയുന്ന ഒരു ക്രാഷ് പ്രെഡിക്റ്റ് ചെയ്യാനും ഞാൻ ആളല്ല, പക്ഷെ ഒരു ക്രാഷ് ഒന്നും ആയിട്ട് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ, എസ്പെഷ്യലി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നല്ല രീതിയിൽ റാലി തന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്തി കറക്ഷൻ നടന്നു എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫർദർ മാർക്കറ്റിൻ്റെ ഈ ഒരു അപ്ഡേറ്റ്, നിലവിലെ സിറ്റുവേഷനും നമ്മളിനി എന്തെല്ലാം ചെയ്യാൻ പോകുന്നത് കാര്യങ്ങളും ഗോൾസൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ലൈവ് ടൈമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് വരുന്ന വീഡിയോസൊക്കെ വരുന്നത് സാറ്റർഡേ ഒരു സൺഡേ, വീക്ക്ലി വൺസ് വരുന്ന ഈ ഒരു വീഡിയോ അല്ലാതെ നമ്മൾ ഫർദർ അപ്ഡേറ്റ്സ് പോകുന്നത് നമ്മൾ ടെലഗ്രാം ചാനലാണ്, ട്രേഡ് ടിപ്സ് ബൈ SMK. അതിലുള്ളവർക്കൊക്കെ ഞാൻ 2 ആഴ്ചയായിട്ട് തന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. മാർക്കറ്റിൻ്റെ പേസ് കുറയാൻ സാധ്യതയുണ്ട്, നമ്മളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരു ഹെൽത്തി കറക്ഷനൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫണ്ട് അലോക്കേഷൻസ് കുറയ്ക്കുക, അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാതെ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് എടുക്കുക, റിസ്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫണ്ട് ഫ്രീ ആക്കുക. മാർക്കറ്റിൽ ആ കറക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ റിക്കവറിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കയറി പോകാം എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ളവർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുമുണ്ട്. എനിവേ, നിങ്ങളിത് ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി നമ്മുടെ ടെലഗ്രാം ചാനൽ ട്രേഡ് ടിപ്സ് ബൈ SMKയിലും കൂടി ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. എനിവേ, നമുക്ക് മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിൽ ഇൻഡെക്സിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ടൈമിലാണ് കിടക്കുന്നത്. ഇത് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ ഡെയിലിയിൽ നോക്കുമ്പോൾ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ഒരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 13-14% ഇനി ഏറ്റവും ലാസ്റ്റ് ഹൈയിൽ നിന്ന്, അതായത് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15% മുകളിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നേക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് പോയ മാർക്കറ്റിൽ നിന്ന് ചെറിയൊരു കറക്ഷൻ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ കുറച്ചുകൂടി ക്യൂരിയസ് ആയിട്ട് ഇൻഡെക്സിനെ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള 2 ക്യാൻഡിൽസ് അത്യാവശ്യം നമ്മൾ ക്യൂരിയസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രേഡിംഗ് പ്ലാനും സ്റ്റൈലിലും ഒരു ചേഞ്ച് വരുത്തേണ്ട ഒരു സിഗ്നൽ പോലെ തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കാണുന്നൊരു റിജക്ഷൻ, അതിനുശേഷം നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ. ഇപ്പോൾ എപ്പോഴൊക്കെ മാർക്കറ്റിൽ ഇതുപോലൊരു കറക്ഷൻ വരുന്നതിൻ്റെ മുമ്പ് ഈ ഒരു പാറ്റേൺ ഓൾറെഡി ഫോം ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ ആ ഒരു കറക്ഷൻ വരുന്നതിന് മുമ്പ് ഓൾറെഡി അതുപോലെ സംതിങ് ലൈക്ക് ദാറ്റ്, അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്നാണ് പറയാം. അതായത് മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ കണ്ടീഷൻ റീഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ക്യാൻഡിലാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒന്നെങ്കിൽ ചെറിയ രീതിയിലൊരു ബെയറിഷ്നെസ്, അതായത് മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ്, അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അതിനെ തന്നെ ഒരു വീക്കിലിയോ ഡെയിലിയിലോ ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് ലെവൽസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ മാർക്കറ്റിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കേസ് ഒന്ന് ഞാൻ പറഞ്ഞു, ഒരു ബെയറിഷ്നെസ് ആവാം. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ അകത്ത് തന്നെ ട്രേഡ് ചെയ്യാനുള്ള സാധ്യത, അതായത് സൈഡ് വൈസ് എന്ന് പറയും. ടെക്നിക്കലി നമ്മൾ അതിനെ സൈഡ് വൈസ് എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർക്കറ്റിൻ്റെ പേസ് കുറയാൻ ചാൻസസ് ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിൻ്റെ പേസ് കുറയാൻ ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഈ ഒരു കണ്ടീഷൻ കൂടി കണ്ടിട്ടാണ്. അതായത് മാർക്കറ്റിന് അങ്ങനെ ഒരു ഓവർ വാല്യൂഡ് എന്ന് പറയുന്നതിനേക്കാൾ ആളുകൾ സെല്ല് ചെയ്യുന്ന ഒരു പോയിന്റിലെത്തി, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നല്ല രീതിയിൽ നടക്കുന്ന ഒരു പോയിന്റിലെത്തി എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ക്യാൻഡിൽസും ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്യൂരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇനി ഒന്നെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ ബെയറിഷ്. ഇത് ഞാൻ എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് സെയിം കണ്ടീഷൻ തന്നെയാണ് മിഡ് ക്യാപ്പിലും. ഈ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്.
അതായത് നല്ല രീതിയിൽ ഒന്നെങ്കിൽ ഈ സൈഡ് വൈസ് കണ്ടിന്യൂ ചെയ്തു പോകും, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു കറക്ഷൻ കൂടി ഒരു 4-5%, മേ ബി അതിൽ കൂടുതലും വരാം, 5% കൂടുതലും വന്നേക്കാം. എന്നാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ട, മാർക്കറ്റ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ഇതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ലീവ് ചെയ്യണമെന്നോ അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇനി ബുള്ളിഷ്നെസ് കാണിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമുക്കിനി ഫ്രഷ് എൻട്രീസ് അവോയ്ഡ് ചെയ്യണം, അങ്ങനെയല്ല. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവിടെ നിന്നൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഏരിയയിൽ നിന്നൊക്കെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡി ആയിട്ടുള്ള റിക്കവറി അല്ലെങ്കിൽ സ്പീഡി ആയിട്ടുള്ള ബുള്ളിഷ് റാലികളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി അത്ര സ്പീഡി ആയിട്ട് മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ ചാൻസ് ഇല്ല. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടായിരിക്കും മാർക്കറ്റിന്റെ മൂവുകൾ. അതല്ലാന്നുണ്ടെങ്കിൽ ബെയറിഷ്നെസ്. ഇതിനെ കൂടുതൽ നമ്മൾ പറയുന്നത് ഒരു വൊളറ്റൈൽ മൂവ് എന്നൊക്കെയാണ്, വൊളറ്റിലിറ്റി കൂടാൻ സാധ്യതയുള്ള. ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഇവന്റ്സും ന്യൂസുകളും വരുന്നതാണ് ഒരു റീസൺ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തിയാൽ മതി. അഗ്രസീവ് ബൈയിങ് ഒക്കെ നിർത്തിയിട്ട് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റികൾ, അതായത് പൊസിഷൻ സൈസ് ചെയ്തിട്ട് ഒരുപാട് റിസ്കുകൾ എടുക്കാതെ റിസ്കിൻ്റെ എമൗണ്ട് ഒന്ന് കുറച്ചാൽ മതി. മാർക്കറ്റിൽ നമ്മൾ സ്റ്റിൽ എൻട്രീസ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഫ്രഷ് എൻട്രീസ് തന്നെ പോസിബിൾ ആണ്. ടെക്നിക്കലി അതെ, ഫണ്ടമെന്റലി അതെ. ഒരുപാട് സ്റ്റോക്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾ ടൈം ഹൈയിൽ നിന്ന് 20-30% ഒക്കെ കറക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു ചാൻസസ് തന്നെയാണ്. ഓക്കെ, ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും പ്രോബബിലിറ്റിയും ചാൻസും തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് ഒന്നെങ്കിൽ മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ താഴേക്ക് പോകാം. ഇതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി. മാർക്കറ്റിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ ബിഹേവിയറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, റിയാക്ട് ചെയ്താൽ മതി. എനിവേ ലാസ്റ്റ് വീക്കിൽ നമ്മൾ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. ലാസ്റ്റ് വീക്കിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ബജാജ് ഓട്ടോ ആണ്. ബജാജ് ഓട്ടോയുടെ ഒരു കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 8,600 സംതിങ്ങിൽ റീടെസ്റ്റിന് വരുമ്പോൾ എൻ്റർ ചെയ്യാം. അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു 8,300 താഴെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമ്മൾ നിയർലി നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത ഏരിയയിലാണ് ശരിക്കും ഇത് ട്രേഡ് ചെയ്യുന്നത്. ശരിക്കൊരു എക്സാക്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്വിങ്ങിൻ്റെ ലോയിലൊക്കെ വെക്കണം, അതായത് 8,000 താഴെ വെക്കണം. അപ്പോൾ അത് വലിയൊരു റിസ്ക് വരുന്നത് കൊണ്ടാണ് നമ്മൾ ചെറിയ രീതിയിൽ തൊട്ട് മുന്നത്തെ 2 ക്യാൻഡിലിന് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞത്. ഓക്കെ, ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഫോം ചെയ്യുന്ന ക്യാൻഡിൽസ് ഒക്കെ ഒരു റിവേഴ്സൽ പാറ്റേൺ അല്ലെങ്കിൽ റിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽസ് തന്നെയാണ്. എനിവേ ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാം. അതിനുശേഷം അത് ഫർദർ ആയിട്ട് ഹോൾഡ് ചെയ്യണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്താൽ അത് ബുക്ക് ചെയ്ത് മാറാം. സ്റ്റോപ്പ് ലോസും അല്ലെങ്കിൽ ലോസും ബുക്ക് ചെയ്ത് മാറാൻ പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു ടാറ്റ പവർ. ടാറ്റ പവർ നമ്മളത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടാറ്റ പവറിൽ അത്യാവശ്യം ടാറ്റ കമ്പനീസിൻ്റെ ഒരു ന്യൂസ് വന്നപ്പോൾ തന്നെ നമ്മൾ ടെലഗ്രാം ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാറ്റ കമ്പനീസിൻ്റെ ഒക്കെ ഒരു അവസ്ഥ ചിലപ്പോൾ ഈ ഒരു വീക്കിലേക്ക് ചെറിയ രീതിയിലെങ്കിലും ബെയറിഷ്നെസ് കാണിക്കാം. ടാറ്റ പവറിൽ നമ്മൾ എൻട്രി പറഞ്ഞ ലെവലിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് ലെവലിലാണ് ഇപ്പോൾ എക്സാക്ട്ലി ട്രേഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ലാസ്റ്റ് സ്വിങ്ങിൻ്റെ ലോ ആണ് 360 സംതിങ്ങിൽ ലോയിൽ വരും. ഈവൻ ഇപ്പോഴും ഇതൊരു റിവേഴ്സലിനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. എനിവേ അത് സ്റ്റോപ്പ് ലോസ് തന്നെയാണ്, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞൊരു എൻട്രി സഫയർ ഫുഡ്സ് ആയിരുന്നു. സഫയർ ഫുഡ്സ് ഇന്ത്യ എൻട്രി പോലും ട്രിഗർ ആയിട്ടില്ല. എഗെയിൻ ആ ഒരു സോണിൽ നിന്ന് 1568 അല്ലെങ്കിൽ 1600 എന്ന് പറയുന്ന സോണിൽ നിന്ന് എഗെയിൻ ഒരു റിജക്ഷൻ തന്നെയാണ് സംഭവിച്ചത്. ഈ ഒരു സ്റ്റോക്ക് എപ്പോഴും ക്യൂരിയസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യാം, കാരണം ഈ ലെവൽ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നെക്സ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നത് ഭാരതി എയർടെൽ. ഭാരതി എയർടെലിൻ്റെ ഒരു കണ്ടീഷനിൽ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ എൻട്രി പ്രൈസിന് മുകളിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ പോസിബിൾ ആണ്, ഇപ്പോഴും നമുക്കൊരു ഫ്രഷ് എൻട്രിയും പോസിബിൾ ആണ്, സ്റ്റിൽ ഇത് ഹോൾഡ് ചെയ്യുന്നതും പോസിബിൾ ആണ്. 1150 താഴേക്ക് ഇനി സ്റ്റോപ്പ് ലോസ് ഫിറ്റ് ചെയ്തിട്ട്, അതായത് ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഫിറ്റ് ചെയ്യാം. ഇനി കുറച്ചുകൂടി കൺസർവേറ്റീവ് ആണെങ്കിൽ 1130 താഴേക്ക് സ്റ്റോപ്പ് ലോസ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ എൻട്രി റൈഡ് ചെയ്യാൻ പറ്റും. ഈ ലാർജ് ക്യാപ്പ് കമ്പനീസിലൊക്കെ സ്റ്റിൽ നമുക്ക് മിഡ് ക്യാപ്പിലെ സ്മോൾ ക്യാപ്പിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴും എൻട്രീസ് ഒക്കെ പോസിബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കിർലോസ്കർ ബ്രദേഴ്സ് നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് തൊട്ടടുത്ത ദിവസം തന്നെ അത്യാവശ്യം നല്ലൊരു മൂവ് തന്നിട്ടുണ്ടായിരുന്നു അപ്സൈഡിലേക്ക്. ഏകദേശം ഒരു 8-10% അപ്സൈഡ് തന്നതിന് ശേഷമാണ് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഏരിയ സപ്പോർട്ട് എടുക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ എൻട്രി നമുക്ക് പോസിബിൾ ആണ്, സ്റ്റിൽ ഹോൾഡ് ചെയ്യാനും പോസിബിൾ ആണ്, ഫ്രഷ് എൻട്രിക്കും പോസിബിൾ ആണ്. 950 താഴെ സ്റ്റോപ്പ് ലോസ് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് റെഡിങ്ടൺ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അത്യാവശ്യം കുറച്ച് കാലങ്ങളായിട്ട്, അതായത് 1-2 വർഷങ്ങളായിട്ട് 2021 മുതൽ ഈ ഒരു സോൺ എന്ന് പറയുന്നത് 198 അല്ലെങ്കിൽ 200 എന്ന് പറയുന്ന സോണ് എന്ത് ചെയ്യുന്നുണ്ട്, എന്നൊരു റിജക്ഷൻ ആയിരുന്നു. ആ സോണിൻ്റെ എബോ ആണ് ലാസ്റ്റ്. ഇപ്പോൾ ഇത് വീക്കിലി ക്യാൻഡിൽസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീക്കിലി ക്യാൻഡിൽസ് അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് എഗെയിൻ ആ സോണിലേക്ക് വന്നിട്ട് റീടെസ്റ്റ് എടുത്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിലവിലെ മാർക്കറ്റ് പ്രൈസ് ആയ
211 നമുക്ക് എൻ്റർ ചെയ്യാം. 190 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഒന്നുകൂടി ക്യൂരിയസ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 180 താഴെ അത്യാവശ്യം വലിയ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. നമ്മളിതിൽ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റും വലുതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ നിലവിലെ മാർക്കറ്റ് പ്രൈസ് 211 എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ എഗെയിൻ ഒരു ഫ്രഷ് എൻട്രി, ഒരു ബ്രേക്ക് ഔട്ട് എൻട്രിക്ക് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 220 മുകളിൽ 220.2 മുകളിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഇയർലി ബ്രേക്ക് ഔട്ടൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാർഗറ്റ്സ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 250, 260 റേഞ്ചിലൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മിനിമം നമ്മളൊരു 240 ഫസ്റ്റ് ടാർഗറ്റും 260 സെക്കൻഡ് ടാർഗറ്റും. അതായത് ഇപ്പോൾ നിൽക്കുന്നിടന്ന് 240 ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ 260 സെക്കൻഡ് ടാർഗറ്റ് എന്നീ റേഞ്ചുകളാണ്. ഈ സ്റ്റോക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിലും വരാം. പക്ഷെ ഇതൊക്കെ ഷോർട്ട് ടേം എൻട്രീസ്, അതായത് 1 to 3 months, 3 to അങ്ങനെ പോകും. അങ്ങനെ പോകുമെന്ന് പറയുന്നത് നമ്മളിത് ട്രെൻഡിലേക്ക് കൺവേർട്ട് ആവുന്ന രീതിയാണ്. അതായത് ഇപ്പോൾ ഒരു സൈഡ് വൈസിൽ നിന്നൊരു ട്രെൻഡ് വന്നു, ഇനി അടുത്തൊരു ട്രെൻഡ്, പുൾ ബാക്ക് ട്രെൻഡ്, ഇങ്ങനെ ഈ ഒരു ട്രെൻഡിങ് മെത്തേഡിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എപ്പോഴാണോ ഇത് എന്ത് ചെയ്യുന്നത്, ഈ ലോസ് ഒക്കെ കട്ട് ചെയ്ത് താഴേക്ക് വരുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ട്രയലിംഗ് SL എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഈ SL ട്രയൽ ചെയ്ത് പോകുന്ന ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം എക്സിറ്റ് ചെയ്താൽ മതി. അതാണ് നമ്മൾ വലിയ ടാർഗറ്റ്സ് നോക്കുന്നത്. പലപ്പോഴും പലരും നമ്മളെ കമൻസിലും ടെലഗ്രാം ചാനലിലൊക്കെ ചോദിക്കുന്നത് 20% പോസിബിൾ ആണോ, 10% പോസിബിൾ, 30%. നമ്മൾ 30%, 40% ഒക്കെ ഒരു വീക്ക് തന്നെ എടുത്ത സ്റ്റോക്കുകൾ പലതും ഉണ്ടായിരുന്നു. മാർക്കറ്റ് കണ്ടീഷനും അത്രയും നല്ലതായിരുന്നു, പ്ലസ് നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ സ്റ്റോക്കുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളൊരു മെത്തേഡ്. നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് IRFC ആണ്. ഒരു റെയിൽവേ സ്റ്റോക്കാണ്. ഇപ്പം നമ്മൾ റെയിൽവേ സെക്ടറിൽ നിന്ന് 1-2 സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിലുണ്ട്. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റോക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സമയത്ത് റാലി ചെയ്തിരുന്നു. അതായത് 120 189 അല്ലെങ്കിൽ 190 റേഞ്ചിലേക്കൊക്കെ പെട്ടെന്നായിരുന്നു മൂവ് നടത്തിയിരുന്നത്. പിന്നീട് അവിടെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് താഴേക്ക് വരുന്നതാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 145, 140-145 എബോവ് കട്ട് ചെയ്യുമ്പോൾ മാത്രം എൻട്രി ചെയ്താൽ മതി. നമുക്കൊരു 166, 182 എന്നിങ്ങനെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ റേഞ്ചുകളായിരിക്കും നമ്മളെ ടാർഗറ്റ് സോണുകൾ. ഈ ലെവലിൽ എന്ത് ചെയ്താൽ മതി, പിക്ക് ചെയ്താൽ മതി. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, അതായത് ഒരു 140 to 145 റേഞ്ചിലായിരിക്കും നമ്മൾ എൻട്രി വരുന്നത്. സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം വലിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് വരുന്നുണ്ട്. 123 ലെവലൊക്കെ സ്റ്റോപ്പ് ലോസ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. അതാണ് അതിൻ്റെ ഒരു ഐഡിയൽ സ്റ്റോപ്പ് ലോസ്. നമ്മൾ ട്രെൻഡിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഐഡിയൽ സ്റ്റോപ്പ് ലോസ് അതാണ്. അതല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ 142 ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 130ക്ക് ബിലോയിലും സ്റ്റോപ്പ് ലോസ് വെക്കാം. അതൊരു കൺസർവേറ്റീവ് ടൈപ്പാണ്. ചിലപ്പോൾ എഗെയിൻ അത് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലേക്ക് കയറി പോകാൻ ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന സ്റ്റോക്ക് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രക്ചർ ഫോം ചെയ്തതിന് ശേഷം, അതായത് അപ് ട്രെൻഡിൻ്റെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു സൈഡ് വൈസ് മൂവ് ആണ്. ഇൻ ബിറ്റ്വീൻ റെക്റ്റാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിലാണ് നമ്മൾ നോക്കുന്നത്. 245 എബോവ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി പോസിബിൾ ആണ്. ഇപ്പോൾ ഇവിടെ വീക്കിലി ക്യാൻഡിൽസ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ നോക്കിയാൽ സ്റ്റോക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്തതിന് ശേഷം റിക്കവറി ചെയ്ത് വരികയാണ്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് റിക്കവറി നടക്കുന്നത്. ട്രെൻഡിങ് ആയിട്ടുള്ള മൂവ്സ് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ സ്ട്രക്ചർ ഫോം ചെയ്ത് വരുന്നു. ഇപ്പോൾ സൈഡ് വൈസ് മൂവാണ്. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ലോ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ താഴേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ നമ്മൾ ഹയർ സൈഡിലേക്കാണ് നോക്കുന്നത്. 245, 46 എന്നൊക്കെ പറയുന്ന പ്രൈസ് കട്ട് ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 277, സെക്കൻഡ് ടാർഗറ്റ് 320. ഇതും നിയർലി ഞാൻ പറഞ്ഞ ഷോർട്ട് ടേം ടു മിഡ് ടേം വരെയുള്ള ഒരു ടൈപ്പ് ഓഫ് എൻട്രി ആണ്. അപ്പോൾ നിങ്ങൾ എൻട്രി ചെയ്ത് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഈ ഒരു മൂവ് എക്സ്പെക്ട് ചെയ്യരുത്. വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ കൂടി നമ്മൾ കാണിക്കണം. എഗൈൻ നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് വേറെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇർക്കോൺ ഇൻ്റർനാഷണൽ എഗൈൻ റെയിൽവേ സ്റ്റോക്ക്. അത്യാവശ്യം റെയിൽവേ സ്റ്റോക്കുകളൊക്കെ പറന്നു പോയപ്പോൾ എൻട്രി ചെയ്യാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ ലോങ് ടൈമിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റിയൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ അഗെയിൻ ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഈ ഒരു ലെവലിൽ ഇപ്പോൾ 216 to 200 ഇടയിൽ എൻട്രി ചെയ്യാം. ഇങ്ങനെയായിരിക്കാം മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു 180 താഴേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. 216 200 ഇടയിൽ നമുക്ക് എൻട്രി ചെയ്യാം. 180 താഴെ സ്റ്റോപ്പ് ലോസ്. അതല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ പ്യുവർലി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം എൻട്രി എടുക്കുക. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 240 ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 260 എബോവ്. ഈ 2 റേഞ്ചുകളാണ് നമ്മൾ ടാർഗറ്റായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്.
എപ്പോഴും വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ 242, 267 എന്നൊക്കെ പറയുന്ന റേഞ്ചുകളായിരിക്കും. അഗൈൻ ലോങ് ടൈമിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒന്നും പെർഫോമൻസും അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺസ് തരുന്നതൊന്നും. ഇതിൻ്റെയൊക്കെ ഇരട്ടി വില വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റോക്കിൻ്റെയൊക്കെ പൊട്ടൻഷ്യൽ നമ്മൾ അറിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഏറ്റവും ബേസിലാണ്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റോക്കിൻ്റെയൊക്കെ പൊട്ടൻഷ്യലിൻ്റെ ഏറ്റവും ബേസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയും ഫർദർ ആയിട്ടുള്ള മൂവുകൾ വരും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് സ്ലോ ആൻഡ് സ്റ്റഡി മൂവ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് വരുന്നത് NHPC. അഗൈൻ ഒരു ഗവൺമെൻറ് സ്റ്റോക്ക് തന്നെയാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് കയറിപ്പോയിരുന്ന ഈ സ്റ്റോക്കൊക്കെ ഇപ്പോഴത്തെ ഒരു കറക്ഷനിൽ താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 87 എബോ നമുക്ക് എൻട്രി പോവാം. 77 താഴെ അല്ലെങ്കിൽ 76 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഫസ്റ്റ് ടാർഗറ്റ് 95, സെക്കൻഡ് ടാർഗറ്റ് 104. ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നമ്മളെ ടാർഗറ്റുകൾ വരുന്നത്. 95, 94 എന്ന് പറയുന്ന ഫസ്റ്റ് ടാർഗറ്റ്, 100 അല്ലെങ്കിൽ 104 എന്ന് പറയുന്നത് സെക്കൻഡ് ടാർഗറ്റ്. NHPC നമ്മൾ പറയുന്നു ഷോർട്ട് ടേം എൻട്രീസ് ആണ്. ഇപ്പോൾ പൊതുവേ നമ്മൾ ഇത്രയും സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റും പൊസിഷൻ സൈസുമാണ്. ലോങ് ടേമിലേക്ക് നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഫീൽഡിൽ അത് മാത്രമാണ് പിടിച്ചു നിർത്തുക. എനിവേ, താങ്ക് യു.